അങ്ങനെ കാത്തിരിപ്പിന് വിരാമമായി. ഞങ്ങൾക്ക് പുതിയൊരു അയൽവക്കം വന്നു കേട്ടോ. ഇന്ന് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഹൗസ് വാമിംഗ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു മർത്തോമൻ രീതിയിലുള്ള ഒരു ഹൗസ് വാമിംഗ് ചടങ്ങുകളാണ്. എങ്ങനെയൊക്കെ രീതിയിലുള്ള ചടങ്ങുകളാണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ വ്ളോഗ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടെൽസ് ഓഫ് യുമ. ഒരു വീട് എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ വലിയൊരു സ്വപ്നമാണ്. ഒരു ശരാശരി മലയാളികളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് വീട് എന്നത്. വീടൊക്കെ ഉള്ള ആൾക്കാർ ചിലപ്പോൾ പറയും എന്തിനാണ് വീട് എന്നൊക്കെ ചോദിച്ചത് വരാം. പക്ഷെ ഇല്ലാത്തവർക്ക് അതിന്റെ വേദന മനസ്സിലാവും. പഴയ ആൾക്കാർ പറയാറില്ലേ, ആഹാരമില്ലാതാകുമ്പോഴേ ആഹാരത്തിന് വിലയറിയൂ എന്ന്. അതുപോലെ തന്നെ ഇല്ലാതാകുമ്പോഴേ ഉള്ളതിന് വിലയറിയൂ. നമ്മുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, സന്തോഷങ്ങൾ, വിഷമങ്ങൾ എല്ലാം പങ്കിടുന്ന ഒരു സ്ഥലമാണ് വീട് എന്നുള്ളത്. ഒന്നുമില്ലെങ്കിലും സ്വന്തമായി നമ്മൾ വെച്ച് വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോഴുണ്ടാകുന്ന ഒരു മനസമാധാനമുണ്ടല്ലോ, അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. ഈ വീടിന്റെ ഗൃഹനാഥൻ സജി അങ്കിളാണ്. അദ്ദേഹത്തിന് വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു സ്വന്തം നാട്ടിൽ ഒരു വീട് വെക്കുക എന്നത്. അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും ആഗ്രഹം സാധിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഇവരുടെ കുടുംബത്തിന് ആശംസകളും പ്രാർത്ഥനകളും നമുക്ക് നൽകാം. ഇവരുടെ ജീവിതത്തിലേക്ക് കടക്കട്ടെ. നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് വരാം. ആദ്യം തന്നെ വീടിന്റെ കിഴക്ക് വശത്തായിട്ട് ഒരു ടേബിളിൽ കുരിശും 2 മെഴുകുതിരികളും വെക്കും. പിന്നെ കുന്തിരിക്ക സഹിത്ത് ഈ 2 വസ്തുക്കൾ ടേബിളിൽ എപ്പോഴും കാണും. പുരോഹിതൻ എന്ന് പറയുന്നത് നമ്മുടെ പള്ളിയിൽ അച്ഛനെയാണ് പറയുന്നത്. അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യുന്ന ആള് ശുശ്രൂഷകൻ. അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ധൂപക്കുറ്റി കാണും. ആ ധൂപക്കുറ്റിയിൽ എപ്പോഴും കുന്തിരിക്ക ഇങ്ങനെ നിറച്ചിട്ടുണ്ട്. തീരുന്നതിനനുസരിച്ച് പുരോഹിതൻ കുന്തിരിക്ക ധൂപക്കുറ്റിയിൽ നിറച്ചുകൊണ്ടേയിരിക്കും. ആ ധൂപക്കുറ്റി ശുശ്രൂഷ തീരുന്നത് വരെ പുരോഹിതന്റെ ശുശ്രൂഷനും മാറി മാറി ഇത് വീശിക്കൊണ്ടേയിരിക്കും. ആദ്യം തന്നെ അച്ഛൻ പ്രാർത്ഥിക്കും. ദൈവം കാക്കണമേ. ആദ്യം നടത്തിയ ഇടങ്ങൾക്ക് നന്ദി പറയുവാൻ ഞങ്ങളെല്ലാം ഒരുക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ ഒരു പാട്ട് പാടും. ഇത് കഴിഞ്ഞിട്ടാണ് ശുശ്രൂഷകൾ തുടങ്ങുന്നത്. ഒരു 45 മിനിറ്റോളം ഈ ശുശ്രൂഷ നീളും. ഇപ്പോൾ ശുശ്രൂഷകളൊക്കെ തുടങ്ങി. ഇനി കുറെ ചൊല്ലുകളും പ്രാർത്ഥനകളും എല്ലാം കാണും. ഇപ്പോൾ അച്ഛൻ ഒരു ബോട്ടിൽ എടുത്തില്ലേ, ആ ബോട്ടിലിന് പറയുന്ന പേരാണ് സൈത്ത് എന്നുള്ളത്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ബോട്ടിലിന്റെ അകത്ത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഈ ബോട്ടിലോട്ട് ഫിൽ ചെയ്ത് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. ഇതിന് പറയുന്ന പേരാണ് സൈത്ത് എന്നുള്ളത്. ഈ സൈത്ത് മെയിൻ ഡോറിന്റെ കട്ടളയിൽ ഇങ്ങനെ കുരിശിന്റെ അടയാളം പോലെ വരച്ചു വയ്ക്കും. ഇത് കഴിയുമ്പോൾ ആദ്യത്തെ സെക്ഷൻ അവസാനിക്കും. രണ്ടാമത്തെ സെക്ഷനായിട്ട് ഇത് കഴിഞ്ഞിട്ട് അച്ഛൻ എല്ലാ റൂമുകളിലും പോയി ഇങ്ങനെ ധൂപക്കുറ്റി വീശി ഓരോരോ മുറികളിലോട്ട് പോകും. എല്ലാ മുറികളിൽ ചെല്ലുമ്പോഴും പ്രത്യേക ചൊല്ലുകളും പ്രാർത്ഥനകളുമാണ്. ബെഡ്റൂം, ഡൈനിങ് റൂം, കിച്ചൺ, അവിടെ എല്ലാ അച്ഛൻ ഇങ്ങനെ ഈ ധൂപക്കുറ്റി വീശി പോയി പ്രാർത്ഥിക്കും. നിങ്ങൾ ഈ ചൊല്ലുകളൊക്കെ ഒന്ന് കേട്ട് നോക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ധ്യാനിച്ച് മൗനമായി അവർക്ക് കൃപ നൽകണമേ. എല്ലാ വസ്തുക്കളെയും ഞങ്ങളുടെ ഭക്ഷണ സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്നവർക്കും വിപണനം ചെയ്യുന്നവർക്കും പാചകം ചെയ്യുന്നവർക്കും വേണ്ടി ഞങ്ങൾ തിരുനാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടെ ഞങ്ങളെ നിർമ്മിക്കുമ്പോൾ ഭക്ഷ്യസാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്നവർക്കും വിപണനം ചെയ്യുന്നവർക്കും പാചകം ചെയ്യുന്നവർക്കും ഇത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ഒരു സ്പീച്ച് ഉണ്ട്. ഒരു 5 മിനിറ്റോളം അച്ഛൻ ഈ വീട്ടിൽ സ്പീച്ച് പറയും.
വീട്. കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പള്ളിയിൽ തന്നെ ഉപദേശിയാണെങ്കിൽ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് എല്ലാവരും വിശ്വാസ പ്രമാണം ഏറ്റുപറയും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അച്ഛനാണെങ്കിൽ കുടുംബത്തിലുള്ളവരെയും വന്നവർക്കും എല്ലാവർക്കും ആശീർവാദം കൊടുക്കുകയാണ്. ആത്മീയമായ ശുശ്രൂഷയും ഞങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് കഴിഞ്ഞ് അച്ഛൻ കയ്യസൂരി ശുശ്രൂഷകൻ്റെയിൽ കൊടുക്കുന്നുണ്ട്. ശുശ്രൂഷകൻ എല്ലാവർക്കും കയ്യസൂരി കൊടുക്കും. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യസൂരി കൊടുത്ത് ഹൗസ് വാമിംഗ് ചടങ്ങിൻ്റെ 3ാമത്തെ സെഷൻ അവസാനിക്കും. ഇനി അവസാനത്തെ സെക്ഷനാണ് അടുപ്പ് കത്തിക്കൽ ചടങ്ങ്. കത്തിച്ചു വെച്ചേക്കുന്ന മെഴുകുതിരി എടുത്ത് അച്ഛൻ അടുപ്പ് എവിടെയാണോ അങ്ങോട്ടേക്ക് പോകും. ഈ വീടിന്റെ ഗൃഹനാഥയാണ് ആദ്യം പോകുന്നത്, ലാലമ്മ ആൻറ്റി. ആൻറ്റിയും അച്ഛനും കൂടാണ് അടുപ്പ് കത്തിക്കുന്നത്. അടുപ്പ് കത്തിയതിന് ശേഷം ഒരു പാത്രത്തിൽ പാൽ നിറച്ച് പാത്രം എടുത്ത് അടുപ്പിലോട്ട് വെക്കും. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അങ്ങ് പോകും. ഇതോടെ ഹൗസ് വാമിംഗ് ചടങ്ങ് അവസാനിക്കും. ഈ പാലാണെങ്കിൽ തിളച്ചിട്ട് അടുപ്പിലോട്ട് തൂകി വീഴണം. പാൽ അവിടെ നിന്ന് തിളക്കട്ടെ, നമുക്ക് ഫുഡിലേക്ക് കിടക്കാം. ഫ്രൈഡ് റൈസ് വിത്ത് ചിക്കൻ, പിന്നെ മീൽസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കഴിക്കാം. നല്ല ഫുഡായിരുന്നു. ഫുഡ് ജീവൽ കാറ്ററിംഗ് ആയിരുന്നു. ഞാൻ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോ. പിന്നെ ചടങ്ങിന് വന്നവരും എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത്. രാത്രി 11 മണി വരെ ആൾക്കാർ വന്നു പോയി ഇങ്ങനെ ഇരിക്കും. ഇവരിവിടെ ഇരുന്ന് കഴിക്കട്ടെ, നമുക്ക് പാല് തിളച്ചോ ഇല്ലയോ എന്ന് പോയി നോക്കാം. ഞാൻ കറക്റ്റ് സമയത്താണ് വന്നത്. പാല് തിളച്ച് തൂകി അടുപ്പിൽ വീണിട്ടുണ്ട്. ഇതോടെ പാല് കാച്ചൽ ചടങ്ങ് അവസാനിച്ചു. പിന്നീടാണെങ്കിൽ ആ പാലിനകത്ത് ഏലക്കയും പഞ്ചസാരയും അരിയും എല്ലാം ഇട്ടിട്ട് പായസം പോലെ ആക്കും. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളെല്ലാം തികച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മാർത്തോമൻ രീതിയിലുള്ള ഹൗസ് വാമിങ് ഇതിനു മുമ്പിട്ടായിട്ട് അവസാനിച്ചിരിക്കുന്നത്. ഇതെല്ലായിടവും അങ്ങനെ ആയിരിക്കും ഹൗസ് വാമിങ് നടക്കുന്നത്. ഇനി അങ്ങോട്ട് കാണുന്ന വീഡിയോകളെല്ലാം തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലായിടത്തും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞങ്ങളുടെ കുറച്ച് 3-4 വീടുകളിൽ ഇപ്പോൾ പ്രാർത്ഥനയായാലും കല്യാണം ആയാലും പാലുകാച്ചായാലും എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ടാണ് ആഘോഷിക്കാറുള്ളത്. ഇത് പാല് കാച്ചിയപ്പോൾ എല്ലാ ആന്റിമാരും പറഞ്ഞു ഞങ്ങൾക്ക് പാല് കാച്ചണം. അങ്ങനെ എല്ലാവരുടെ വീഡിയോയും ഞാൻ പാല് കാച്ചുന്നത് എടുത്തു കൊടുത്തു. കൂട്ടത്തിൽ ഞാനും പാല് കാച്ചി. അങ്ങനെ ഏകദേശം 1 മണിക്കൂറിന് ശേഷം പായസം തിളച്ചു. ഈ സമയമായപ്പോൾ വേറെ ആരും ഇല്ലായിരുന്നു, ഞാൻ മാത്രമേ അടുത്തുള്ളായിരുന്നു. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഫുട്ടേജ് കിട്ടി. അതുകൊണ്ട് നിങ്ങൾക്കും കാണാൻ പറ്റി. ബാക്കിയുള്ളവരെല്ലാവരും ആഹാരം കഴിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അടുപ്പാണെങ്കിൽ ഇന്നത്തെ ദിവസം മുഴുവനും കത്തിച്ച് വെക്കണമെന്ന് ആൻറ്റിമാർ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വെള്ളം എടുത്ത് അടുപ്പിലോട്ട് വെച്ചത്. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പാല് കാച്ചിയ പായസം ഞാൻ ഗ്ലാസ്സിലോട്ട് മാറ്റി. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ സ്പെഷ്യൽ പാൽപ്പായസം. പിന്നെ വന്നവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേക പാത്രങ്ങളിലോട്ട് പായസങ്ങളെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് ഇവർക്ക് എല്ലാവർക്കും പായസം കൊടുക്കാം. ഇനി ഇവരുടെ മുഖത്ത് ഉണ്ടാകുന്ന എക്സ്പ്രഷനാണ് നിങ്ങളിത് കണ്ടു നോക്ക്. ഇത് സജിയങ്ങളുടെ വൈഫാണ് ലാലമ്മ ആൻറ്റി, ഈ വീട്ടിലെ ഗൃഹനാഥ. ആൻറ്റിയുടെ മനസ്സിലുള്ള സന്തോഷം നിങ്ങൾക്ക് ആ മുഖത്ത് നിന്ന് കാണാം. കാരണം വീട് വെച്ച് കയറിയല്ലോ എന്നുള്ള സന്തോഷം. ഇത് ഷിബു അങ്കിൾ, സജിയങ്ങളുടെ ചേട്ടൻ്റെ മോനാണ് ഷിബു അങ്കിൾ. ഷിബു അങ്കിൾ അടിപൊളി എക്സ്പ്രഷനാണ് നമുക്ക് തന്നത്. സൂപ്പർ അല്ലേ? ഇത് കഴിഞ്ഞിട്ട് വളർന്നു വരുന്നൊരു ഗൃഹനാഥനാണ് ഇത്. സജിയങ്ങളുടെ മോനാണ് സാൻഡോ. അവനാണ് പായസം എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് കൊണ്ടു കൊടുക്കുന്നത്. ഇവൻ്റെ കൂടെ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് പായസം എങ്ങനെയാണെന്ന്. അവൻ പറഞ്ഞ് കൊള്ളത്തില്ല. അത് നോക്ക് അവൻ്റെ എക്സ്പ്രഷൻ. അവൻ മനഃപൂർവ്വം ഇങ്ങനെ പറഞ്ഞ
ഇത് കഴിഞ്ഞ് സജ്ജീകരണം പായസം കൊടുത്ത് എല്ലാവർക്കും പായസം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഞങ്ങൾ പതിയെ പാലുകാച്ചൽ വീട്ടിൽ നിന്നും മടങ്ങി. അങ്ങനെ പാലുകാച്ചൽ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് പ്ലീസ്. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. ഓക്കെ, ബൈ.